പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ആരുടെയും സഹായമില്ലാതെ വാസവന്റെ പിടിയിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരനായ ആ വാസവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ വിക്രം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വാസവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ വെച്ച് വാസവനെ കാണും. കാറ് നിറഞ്ഞു നിർത്തിക്കൊണ്ടായിരിക്കട്ടെ വിക്രം സംസാരിക്കുന്നത്. ദേഷ്യം വന്ന് വാസവൻ കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ടതിന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ എൻ്റെ കാറ് തടഞ്ഞത്? നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടതിന് വാസവൻ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ആ സമയത്തിന് വിക്രം പറയും, എടാ എന്നെയും എൻ്റെ വീട്ടുകാരെയും ദ്രോഹിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനൊന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ആ സമയത്തിന് വാസവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എടാ ഞാൻ അങ്ങനെ ചെയ്യുന്നതിനൊക്കെ നിന്റെ സമ്മതം ആർക്ക് വേണം? എടാ നീ നോക്കിക്കോടാ, നാളെ നീയും നിന്റെ വീട്ടുകാരൊക്കെ പെരുവഴിയിലാണ്. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ നീ കണ്ണുകൊണ്ട് കണ്ടോ. നിന്നെ മാത്രമല്ല അവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരെയും പച്ചക്ക് ഞാൻ കത്തിക്കും. അതിനുശേഷം നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും. ഇത് ഞാൻ എടുത്ത ശബ്ദമാണ്. എൻ്റെ മോന് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ വാസവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. വിക്രം പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മക്കും ആ വീട്ടിൽ നിന്നെങ്ങാനും പടിയിറങ്ങേണ്ടി വന്നാൽ നീ ഓർത്തോ, പിന്നെ ഈ വിക്രം ആരാണെന്ന് താൻ അറിയും. ഞാൻ ആരാണെന്ന് പിന്നെ നീ കാണാൻ പോകുന്നതേയുള്ളൂ. നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ എം.എൽ.എ. വാസവൻ ഒരു പുച്ഛഭാവത്തിൽ വിക്രമിനെ തിരിങ്ങനെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം ഫോണിൽ വിളിച്ചുകൊണ്ട് തന്നെ സുധാകരൻ മാഷിൻ്റെ വീട് ജപ്തി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ബാങ്കുകാരോട് വിളിച്ചു പറയും. എത്രയും പെട്ടെന്ന് തന്നെ അത് നടന്നിരിക്കണം. നാളെയെങ്കിൽ നാളെ ഇനി ഒരു ദിവസം പോലും അവനും അവൻ്റെ വീട്ടുകാരും ആ വീട്ടിൽ ജീവിക്കാൻ പാടില്ല. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വാസവൻ ഫോൺ ചെയ്യായിരിക്കട്ടോ. എന്നാൽ ഇതൊക്കെ ചിന്തിച്ച് ആകെ വിഷമത്തോടു കൂടി തന്നെ വിക്രം വർക്ക്ഷോപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൂട്ടുകാരിങ്ങനെ വിക്രമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എടാ വിക്രം നീ ഇങ്ങനെ വിഷമിക്കാതെ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നീ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. അങ്ങനെ തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് അവർക്കൊരിക്കലും ഇങ്ങനൊരു ഗതി ഉണ്ടാവാനും പാടില്ല. വിക്രം ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്ന പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്കതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ലോൺ അടക്കാനുള്ള ഒരു സാവകാശമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ആ പൈസ അങ്ങ് അടച്ചു തീർത്തേനെ. അന്നേരം ഫ്രണ്ട്സ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് വിക്രത്തിനെ. അങ്ങനെ നിങ്ങളെ പെട്ടെന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊന്നും കഴിയില്ല വിക്രം, നീ ധൈര്യമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലേ. ശ്രീനി സാറിലായിരുന്നു ഏക പ്രതീക്ഷ. അതേതായാലും ഇനി നടക്കില്ലെന്ന് മനസ്സിലായി എന്നൊക്കെ പറയും. ആരുടെയും സഹായം എനിക്ക് വേണ്ട. എൻ്റെ വീട്ടുകാരുടെ കാര്യം നോക്കാതെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്കിത് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കും വിക്രം അവിടെ നിന്ന് പോരുന്നത്. വിക്രം തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്തിന് അന്ന് രാത്രി ആരും ഉറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. വിക്രമിനെയും കാത്തുകൊണ്ട് തന്നെ സിറ്റൗട്ടിൽ തന്നെ വേദ ഇരിക്കുന്നുണ്ട്. വിക്രമിനോടായിട്ട് വേദ പറഞ്ഞിട്ട്, അച്ഛനും അമ്മയും ആകെ വിഷമത്തിലാണ്. എങ്ങനെയെങ്കിലും ഈ ജപ്തി ഒഴിവാക്കാൻ പറ്റുമോ വിക്രം? അന്നേരം വളരെ ദയനീയമായിക്കൊണ്ട് തന്നെ വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല വേദ. ഇന്നേ വരെ ഒരുത്തിനോട് ഞാനൊരു സഹായം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വാസവനാണെന്നും എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കാര്യം ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അന്നേരം വേദ പറഞ്ഞിട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന സമയത്തിന് വിക്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ചോറും ചോദിച്ചുകൊണ്ട് നേരെ കമലമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ട്, ചോറെടുക്കാമേ എന്ന് പറയുന്ന സമയത്തിന് ഇതും കേട്ട് സുധാകരൻ മാഷ് വരുന്നുണ്ട്. സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഇവിടെ മനുഷ്യൻ ഓരോ നിമിഷം ഉരുകിയാണ് കഴിയുന്നത്. മറ്റുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടല്ലോ. വിക്രമിനെ കുത്തി നോവിക്കുന്ന രീതിയിലായിക്കോട്ടെ മാഷ് സംസാരിക്കുന്നത്. രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി രാത്രി അങ്ങ് കയറി വന്നാൽ മതിയല്ലോ. ചോര നീരാക്കി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ വീടും പറമ്പുമൊക്കെ. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോവാണ്. എന്നിട്ട് പോലും എൻ്റെ മക്കൾക്ക്, എൻ്റെ 3 മക്കൾക്കും യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. ഇതിന് വേണ്ടിയിട്ടായിരുന്നോ ഈ സുധാകരൻ മാഷ് 3 മക്കളെയും വളർത്തി വലുതാക്കിയത്? വയസ്സാവും കാലത്ത് മക്കൾ ഞങ്ങളെ നോക്കുമെന്ന് മോഹിച്ച ഈ ഞാനും കമലവും വിഡി. എന്നാലും 3 മക്കളും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാമായിരുന്നു. വിക്രമിനെ കുത്തി നോവിക്കുന്ന രീതിയിൽ സുധാകരൻ മാഷ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് വിക്രം ആകെ വിഷമത്തിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. സുധാകരൻ മാഷിന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ വിശ്വനും വിനായകനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിനായകൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത്രയും കാശ് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എവിടെ നിന്നും ഉണ്ടാക്കാനാ? എൻ്റെ കയ്യിലാണെങ്കിൽ ഇതിൻ്റെ പാതി പൈസ പോലുമില്ല. അതുപോലെ തന്നെയാണ് വിശ്വൻ്റെ കാര്യവും. പിന്നെ ഇവൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ പോലും കാണില്ല. ഇവൻ ജോലിക്കൊന്നുമല്ലല്ലോ, ഇവൻ കാര്യമായിട്ട് ഗുണ്ടാപണിക്കല്ലേ എവിടെ നിന്ന് പോകുന്നത്? അന്നേരം വേദ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരെങ്ങനെ നോക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ കമലം, നിനക്കിതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. അന്നേരം കമലം പറയുന്നുണ്ട്, മാഷ് തന്നെ പറയാം, അതിന് മാത്രം എന്ത് തെറ്റാണ് വിക്രം ചെയ്തത്? അവൻ മാത്രമല്ലല്ലോ ഇതിന് ഉത്തരവാദി. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടില്ലേ അവൻ ലോൺ എടുത്തത്? പിന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ മാത്രം എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അന്നേരം സുധാകരൻ മാഷ് വീണ്ടും വിക്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നമ്മളെല്ലാവരും ഈ അവസ്ഥയിലെത്താൻ കാരണം ഇവൻ ഒറ്റൊരുത്തൻ മാത്രമാണ്.
അന്നേരം വേദ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴല്ലേ അച്ഛാ ഇപ്പൊ വിക്രം സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറയും. അപ്പോഴേക്കും കമലമ്മക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. കമലമ്മ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ തന്നെ എൻ്റെ മകൻ്റെ നേരെ ദേഷ്യം കയറിയിരിക്കുകയാണ്. ഇനി നീയും കൂടി ചേർന്നിട്ട് വെറുതെ എരിപെരി കയറ്റാൻ നിൽക്കലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ ദേഷ്യപ്പെടും. അപ്പോഴേക്കും സുധാകരൻ മാഷിന് വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ്. വെറുതെ ആവശ്യമില്ലാത്ത കമലമ്മ ഇങ്ങനെ വേദയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മാഷിന് വല്ലാതെ ദേഷ്യം വരുന്നത്. അന്നേരം സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഇപ്പം എരിപിരി കയറ്റുന്നത് നീയാണ് കമലം, അല്ലാതെ വേദയല്ല എന്ന് പറയും. അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കാണ്. വിക്രം പറയുന്നത്, ഇനി ഇതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും വഴക്ക് കൂടാനൊന്നും നിൽക്കണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്, ഞാൻ കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നേരം സുധാകരൻ മാഷ് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ വീടുണ്ടാക്കിയ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ ഈ വീട് ഇടിച്ചു പൊളിക്കും, അതിന് നിനക്ക് എന്താ പറയാനുള്ളത്? അന്നേരം വിക്രം ഒന്നും മിണ്ടാത്ത മാഷിൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുന്ന സമയത്തിന് വേദക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കൊന്നും പറയാനില്ല എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ഈ വീട് അങ്ങനെ ഇടിച്ചു പൊളിക്കാൻ ഞാൻ ജീവനുള്ളപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ വിക്രം ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ കാലില്ല എന്നിങ്ങനെ വെല്ലുവിളിയോട് പറയട്ടെ വിക്രം. അത് കേൾക്കുമ്പോൾ കമലമ്മക്ക് വല്ലാതെ പേടി തോന്നും. വിക്രം പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ഞാനായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇത് ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കും. അച്ഛൻ ഒരിക്കലും ഇത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വിക്രമാണ് പറയുന്നത്, ഞാൻ കാരണം ഒരിക്കലും നിങ്ങൾക്കാർക്കും ഈ വീട് നഷ്ടമാവില്ല. ഇത് ഈ വിക്രമിൻ്റെ വാക്കാണെന്നിങ്ങനെ വിക്രം ഉറപ്പിച്ച് പറയുന്നതും കേട്ടുകൂടെ തന്നെ നന്ദിനി ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഒരുപാട് വാക്ക് നീ പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ അതൊക്കെ എന്തായി? നിനക്കിങ്ങനെ ചുമ്മാതിരുന്ന് ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വിക്രം? അന്നേരം വിക്രം പറഞ്ഞിട്ട്, ഇത് അതുപോലെയല്ല നന്ദിനി എടുത്തി, ഇതിപ്പോൾ എല്ലാവരും കേൾക്കെ തന്നെ പറയാണ് ഞാൻ. ഇനി ഏതായാലും ഇതിനെക്കുറിച്ചൊരു സംസാരം ഇവിടെ വേണ്ട. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഞാനായിട്ട് വരുത്തി വെച്ച് ഈ പ്രശ്നം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്നും എനിക്കറിയാം. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉറപ്പു തരാം, ഞാൻ കാരണം ഒരിക്കലും നിങ്ങൾക്കാർക്കും ഈ വീട് വിട്ടിറങ്ങേണ്ടി വരില്ല. ആർക്കും ഇതിൻ്റെ പേരിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണെന്നൊക്കെ പറയട്ടെ വിക്രം. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം നേരെ മുറിയിലേക്ക് പോകുന്ന സമയത്തിന് വേദ വിക്രമിൻ്റെ പുറകെ തന്നെ പോവാണ്. വിക്രം റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. വേദ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ആഹാരം കഴിക്കാതിരുന്നത്? അച്ഛൻ അത്രമാത്രം പറഞ്ഞിട്ട് വിഷമം കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, അച്ഛൻ അത്ര പറഞ്ഞപ്പോഴേ എൻ്റെ വിഷമമെല്ലാം മാറി. അച്ഛൻ്റെ വാക്ക് കേട്ടപ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയാണ്. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളെ കൊണ്ടൊരിക്കലും അതൊന്നും സാധിക്കില്ല. ജപ്റ്റിക്കൊക്കെ ഓരോ നിയമ നടപടികളൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിക്രം. അവർ പറയുന്നത് നമുക്ക് അനുസരിച്ചേ പറ്റൂ. വാസവനാണ് ഇതിന് പിന്നിലെങ്കിൽ പോലും അവർ ജപ്തി ചെയ്യാൻ വന്നാൽ നമ്മൾ ഉടനെ തന്നെ മാറിക്കൊടുക്കുക തന്നെ വേണം. അല്ലാതെ നമുക്കൊരിക്കലും അവരുടെ മുന്നിൽ ഗുണ്ടായുസം കാണിക്കാനൊന്നും പറ്റില്ല. അത് നിയമലംഘനമാണ്. അങ്ങനെ നിങ്ങൾ നിയമം ലംഘിച്ചാൽ നിങ്ങളെ ഉടനെ തന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും. അതറിയില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, എല്ലാം എനിക്കറിയാം വേദ, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ വീടിൽ നിന്നൊരിക്കലും ഇതിൻ്റെ പേരിൽ ആർക്കും ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് ഒരിക്കലും ഈ വീട്ടിൽ വീഴില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നു. നീതിയും ന്യായമുള്ള കാര്യത്തിന് മാത്രമേ ഞാൻ ഇതുവരെ തല്ലാനും പോയിട്ടുള്ളൂ. പക്ഷേ ഒരിക്കൽ പോലും അറിയാതെ പോലും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ഞാൻ കൊന്നിട്ടില്ല എന്നിങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. വിക്രം വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അവിടെ പോയി നിന്നിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും. വിക്രമിൻ്റെ സങ്കടം കണ്ടിട്ട് വേദക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിക്രമിനെ ആശ്വാസവാക്ക് പോലെ തന്നെ വേദ ഇങ്ങനെ തലോടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി എന്ത് സാഹചര്യം ഉണ്ടായാലും ഒരു പക്ഷേ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ പോലും നിങ്ങൾക്ക് എപ്പോഴും കൂട്ടായിട്ട് നിങ്ങൾക്ക് എപ്പോഴും തണലായിട്ട് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. വേദന ആശ്വാസവാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനൊന്ന് സമാധാനമാവുന്നുണ്ടെങ്കിൽ പോലും വിക്രം പറഞ്ഞിട്ട്, എന്നാലും എൻ്റേതൊരു നശിച്ച ജന്മമായി പോയല്ലോ വേദേ. ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും വല്ലാത്ത ബുദ്ധിമുട്ടായി. എന്നെ ഇപ്പോൾ ആർക്കും വേണ്ടതായി എന്നൊക്കെ പറഞ്ഞ് വിക്രം ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ വിതുമ്പുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണ്ട നിങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ വിക്രമിൻ്റെ കൈ ഇങ്ങനെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.